നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് മേടമാസം 21 തീയതി 2024 മെയ് മാസം 4 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ പൊതുവേ അത്ര സന്തോഷപ്രദമായ ഒരു ദിവസമല്ല. പാവഗ്രഹങ്ങളിൽ ശനി ആഴ്ച ഏറ്റവും ദോഷഫലത്തെ കൊടുക്കുന്ന ദിവസമായിട്ട് കണ്ടിട്ടുണ്ട്. ശനിയെ വിളിക്കുന്നത് മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മന്ദീഭാവം ഉണ്ടാവും. കാര്യങ്ങളൊന്നും തന്നെ അത്ര കണ്ട് ഭംഗിയായി നടക്കത്തില്ല. അതുകൊണ്ടാണ് ശനിയാഴ്ചയെ നമ്മൾ ആകിലും ഒഴിവാക്കി കൊണ്ടുപോകുന്നതിന് കാരണം. അതിന് പ്രധാനമായി ശനീശ്വരനെ നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രം പ്രത്യേകിച്ച് ബർത്ത്ഡേ നക്ഷത്രം നല്ല നക്ഷത്രമാണ്. പൂരുരുട്ടാതി ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ശുഭദിവസമല്ല. ഇന്ന് മേടമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ കഷ്ടതയേറിയ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരിക. പലതരത്തിൽ സാമ്പത്തിക പുരോഗതിയെ കുറയ്ക്കും, കാര്യങ്ങൾ മന്ദീഭവിക്കും, അസുഖാവസ്ഥകളുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് ലഭിക്കാതെ വരുമെന്നാണ്. അതിനെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് ശാസ്താക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഭഗവാന് നീരാഞ്ജനം കത്തിക്കണം. ഇന്ന് വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. അതുപോലെ എള്ള് പായസം വയ്ക്കണം, നെയ്യ് അഭിഷേകം ചെയ്യണം. ഇതൊക്കെ ചെയ്തു പോകുന്നതിനൊപ്പം തന്നെ പറ്റുന്ന ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ചും ഈ ഒരു വർഷം പോകുന്നത് നിങ്ങൾക്ക് ദോഷഭാവങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അല്ലാത്തവരും ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:57 തൊട്ട് 12:45 വരെ വരുന്ന സമയമാണ്. അതേപോലെ ഓരോ മറ്റ് ശ്രദ്ധിക്കണമെന്ന് യാത്രയൊക്കെ ചെയ്യുന്നവർ രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. 9 മണി മുതൽ 10:30 വരെ രാഹുകാലം എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 9:15 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 10:48 വരെ രാഹുകാല സമയമുണ്ട് താനും. ഈ സമയം ഒരു യാത്രാദി കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട 2 ഘട്ടങ്ങൾ ഗുളികനും യമകണ്ഠൻ്റെയും കാലഘട്ടം. ഗുളിക കാല സമയം വരുന്നത് 6:10 തൊട്ട് 7:43 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 1:54 തൊട്ട് 3:27 വരെയും. ഈ സമയം ഒരു കാര്യത്തിലും കൈവയ്ക്കരുത്. ഇന്ന് നമുക്ക് ദോഷഭാവങ്ങൾ കുറയ്ക്കാനായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. നീലയോ കറുപ്പോ വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം നമ്മളിലുള്ള നെഗറ്റീവ് മാറ്റാനും പോസിറ്റീവ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര കണ്ട് അനുകൂലപ്രദമല്ല എങ്കിലും ഭാഗ്യദായകമായി തീരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.